ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ 2ാം യൂണിറ്റിലെ ലില്ലി ആൻഡ് ദ ബെയർ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. സോ ലില്ലിയുടെയും ഒരു ബെയറിൻ്റെയും കഥയാണ്. കഥയിലോട്ട് പോകാം. ലില്ലി ഹാഡ് എ ടോയ്. ലില്ലിക്ക് ഒരു ടോയ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. ടെഡി ബെയർ എന്താണ്? ഒരു കരടിക്കുട്ടി. ഒരു കരടീൻ്റെ ടോയ് ഉണ്ട്, ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അതിൻ്റെ പേരാണ് ബെല്ല എന്നത്. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ബെല്ലക്ക്, അതായത് പാവക്കുട്ടിക്ക് ടെഡി ബെയറിന് ഷൈനിങ് ബ്ലൂ ഐസ്, നല്ല തിളക്കമാർന്ന ബ്ലൂ ഐസ്, നീല നിറത്തിലുള്ള കണ്ണുകളായിരുന്നു പാവക്കുട്ടിക്ക് ഉണ്ടായിരുന്നത്. കാണാൻ കഴിയുന്നുണ്ട് ടെഡി ബെയറിന്. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ്. അതായത് ടെഡി ബെയറിന് റെഡ് നിറത്തിലുള്ള, ചുവപ്പ് നിറത്തിലുള്ള ഒരു തൊപ്പിയും ഉണ്ടായിരുന്നു. ആൻഡ് എ ബ്രൗൺ നിറത്തിലുള്ള ടൈയും ടെഡി ബെയർ കിട്ടിയിട്ടുണ്ട്. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് സൗണ്ട്. മാത്രമല്ല ബെല്ല എന്ന ടെഡി ബെയർ വൂപ്പ് എന്ന സൗണ്ടും ഉണ്ടാക്കിയിരുന്നു. വൺ ഡേ ലില്ലി ഫോണ്ട് ബെല്ല മിസ്സിങ്. ഒരു ദിവസം ലില്ലിക്ക് ഈ ടെഡി ബെയർ നഷ്ടപ്പെട്ടു. ഷീ ഫെൽറ്റ് സാഡ്. അവൾക്കാകെ വിഷമായി. ഷീ സെർച്ച്ഡ് ഇറ്റ് എവരിവെയർ. അവൾ എല്ലായിടത്തും ടെഡി ബെയറിനെ അന്വേഷിച്ചു, സെർച്ച് ചെയ്തു. ലില്ലി ഫോണ്ട് ബെല്ല റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. ബെല്ലയുടെ, ടെഡി ബെയറിൻ്റെ റെഡ് ക്യാപ്പ്, റെഡ് നിറത്തിലുള്ള തൊപ്പി ഗേറ്റിൻ്റെ അരികിൽ ലില്ലി കണ്ടെത്തി. ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബിയർ ദർ. മാത്രമല്ല ലില്ലി വലിയ ബിയറിൻ്റെ കാൽപാദങ്ങളും ഗേറ്റിൻ്റെ അവിടെ കണ്ടെത്തി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, വലിയ ബിയർ വന്നിട്ട് ടെഡി ബിയറിനെ കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ. നെക്സ്റ്റ് പേജിൽ ലില്ലി ബാഗ് പാക്ക് ചെയ്യണം. ഐ മസ്റ്റ് ഫൗണ്ട് മൈ ബെല്ല. എന്തായാലും തീർച്ചയായും ഞാൻ എൻ്റെ ബെല്ലയെ കണ്ടുപിടിക്കും. അപ്പോൾ ലില്ലി ബെല്ലേനെ കണ്ടുപിടിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ലില്ലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹിയർ ബാഗ്. ലില്ലി കഴിക്കാൻ വേണ്ടിയിട്ട് ബൺസും ഒരു കുപ്പി വാട്ടറും ബാഗിൽ വെച്ചു. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. അവൾ നടക്കാനായിട്ട് തുടങ്ങി. ഫോളോയിങ് ദ ഫുട് പ്രിൻറ്റിനെ നോക്കിയിട്ട്, അതായത് കരടിയുടെ കാൽപാദങ്ങൾ നോക്കിയിട്ട് ലില്ലി പിന്തുടരുകയാണ്. കാൽപാദങ്ങളൊക്കെ പിന്തുടർന്ന് പോവുകയാണ്. റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. ലില്ലി അരികിലുള്ള ഒരു ഫോറസ്റ്റിൽ, റീച്ച്ഡ് പറഞ്ഞാൽ എത്തിച്ചേരുക എന്നൊക്കെയാണ്, എത്തിച്ചേർന്നു. ഷീ സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അവൾ കണ്ടു ബിഗ് ബിയറിന്, വലിയ കരടിയെ അവൾ കണ്ടു. സിറ്റിംഗ് അണ്ടർ എ ട്രീ, അതായത് മരത്തിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കരടി. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ബെല്ല കരടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിക്ചറിൽ വലിയ കരടി നമ്മളെ ടെഡി ബെയറിനെ, ബെല്ലനെ കൈ പിടിച്ചിരിക്കുകയാണല്ലേ. ദാറ്റ് ഈസ് മൈ ടെഡി, ഗീവ് ഇറ്റ് ബാക്ക്, ലില്ലി സെഡ്. ലില്ലി പറഞ്ഞു, ദാറ്റ്സ് മൈ ടെഡി, എൻ്റെ ടെഡിയാണിത്, എനിക്ക് തിരികെ, ഗീവ് ഇറ്റ് ബാക്ക്, എനിക്ക് തിരികെ തരൂ. അപ്പോൾ വലിയ കരടി പറയാണ്, നോ. ദ ബിയർ ഗ്രൗൾഡ് എന്ന് പറഞ്ഞാൽ മുരണ്ടു, ദേഷ്യത്തോടെ ബിയർ പറഞ്ഞു. ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്. എൻ്റെ ബെല്ലനെ, എൻ്റെ ടെഡി ബിയറിനെ എനിക്ക് തിരികെ വേണമെന്ന്. ലില്ലി ഷൗട്ടഡ്. ലില്ലി ഉറക്കെ പറഞ്ഞു, ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബെയർ. ബെയർ പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന്, ടേക്ക് ഇറ്റ് ഫ്രം മീ, എൻ്റെ കയ്യിൽ നിന്ന് ടെഡി ബെയറിനെ എടുക്കാൻ കഴിയുകയാണെങ്കിൽ നീ എടുത്തോ. ഇഫ് യു ക്യാൻ, നിനക്ക് കഴിയുമെങ്കിൽ നീ എടുത്തോ എന്ന് ബെയർ ലില്ലിയോട് പറയണം. അപ്പോൾ ലില്ലി തിരിച്ച് പറയാണ്, ഐ വിൽ. ലില്ലി സെഡ് ബോൾഡ്ലി. ലില്ലി ധൈര്യത്തോടെ പറഞ്ഞു, ഐ വിൽ, ഞാൻ എടുക്കുമെന്ന്. ആർ യു സോ സ്ട്രോങ്? ദെൻ
പ്രൂവ് ഇറ്റ്. ബിയർ ചോദിക്കുകയാണ്, ആർ യു സോ സ്ട്രോങ്? അത്രക്ക് സ്ട്രോങ് ആണോ നീ? ദെൻ പ്രൂവ് ഇറ്റ്, എന്നാൽ തെളിയിച്ച് കാണിക്കുകയെന്ന്. ഷുവർ സെറ്റ് ലില്ലി. ലില്ലി പറയാണ് ഷുവർ, തീർച്ചയായിട്ടും. ദ ബിയർ ടുക്ക് എ സ്റ്റോൺ. ബിയർ സ്റ്റോൺ എന്ന് പറഞ്ഞ കല്ലാണ് കേട്ടോ. വലിയ കല്ല് കയ്യിലെടുത്തു. ഹേ ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. അതായത് ബിയർ സ്റ്റോണ് കല്ല് കയ്യിലെടുത്തിട്ട് അത് ക്രഷർ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ലില്ലിക്ക്. പീസാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ബിയർ പറയുകയാണ് ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. ഞാൻ എന്തൊരു സ്ട്രോങ് ആണ്. ക്യാൻ യു ഡു ദിസ്? നിനക്കിതുപോലെ ചെയ്യാൻ സാധിക്കുമോ? ചലഞ്ച് ദ ബിയർ ചലഞ്ച് ചെയ്തു. ചലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളി. ഓഫ് കോഴ്സ് സെഡ് ലില്ലി പറഞ്ഞു ഓഫ് കോഴ്സ്, തീർച്ചയായും. ലില്ലിക്ക് കല്ലൊന്നും പൊട്ടിക്കാൻ സാധിക്കില്ല. ലില്ലി എന്താ ചെയ്തതെന്ന് നോക്കാം. ലില്ലി ഹാഡ് ആൻ ഐഡിയ. അവൾക്കൊരു ഐഡിയ കിട്ടി. ഷീ ടുക്ക് എ ബൺ. അവളൊരു ബണ്ണെടുത്തു. ആൻഡ് വെറ്റ് ഇറ്റ് സീക്രറ്റ്ലി. ആരും കാണാതെ, കരടി കാണാതെ വെറ്ററ നനയ്ക്കുകയാണ്. ബണ്ണ് നനച്ചു. ദെൻ ഷീ പ്രസ്ഡ് ദ ബൺ. ബണ്ണ് എന്താണെന്ന് കരടിക്കറിയില്ലല്ലോ. ബണ്ണ് പ്രസ് ചെയ്തു. വിത്ത് ഹിയർ ഹാൻഡ്സ്, കൈകൊണ്ട് ബണ്ണ് പ്രസ് ചെയ്തു. വാട്ടർ ഡ്രോപ്പ് ഡൗൺ ഫ്രം ഇറ്റ്. വാട്ടർ ഡ്രോപ്പ്, അതായത് വെള്ളം ഒറ്റൊറ്റായിട്ട് വെള്ളം താഴോട്ട് തുള്ളി തുള്ളിയായിട്ട് വീണുകൊണ്ടിരുന്നു. ലുക്ക് ഐ കാൺ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. എനിക്ക് സ്റ്റോണിൻ്റെ ഉള്ളിൽ നിന്നും സ്ക്വീസ് എന്ന് പറഞ്ഞാൽ ഞെരിച്ച് വാട്ടർ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വെള്ളം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സെഡ് ലില്ലി പറഞ്ഞു. ഓ ഷീ ഈസ് സ്ട്രോങ്കർ ദൻ മീ. ഇവിടെ എന്നേക്കാളും സ്ട്രോങ് ആണോ? ദ ബിയർ വണ്ടേഡ്. ബിയർ ആകെ അത്ഭുതപ്പെട്ടു. ദ ബിയർ പ്ലേഡ് അനദർ ട്രിക്ക്. ബിയർ വേറൊരു കളി കളിച്ചു. He pointed to a large honeycomb on a rock. മുകളിലെ പാറയുടെ അരികിലായിട്ട് ഒരു ഹണിക്കോംബ് ഉണ്ട്. ഹണിക്കോംബ് എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ തേന് ശേഖരിച്ച് വെക്കുന്ന ഒരു പലകയാണ് ഹണിക്കോംബ് എന്ന് പറയുന്നത്. അത് ചൂണ്ടി കാണിച്ചു കൊടുത്തു. ലുക്ക് ദർ, നോക്കൂ അങ്ങോട്ട്. ബ്രിങ് ദാറ്റ് ഹണിക്കോംബ് ടു മീ. ആ ഹണിക്കോംബ്, അതായത് ആ തേനീച്ച കൊണ്ട് ബിയറിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാനായിട്ട് ബിയർ ലില്ലിനോട് പറയുകയാണ്. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ഇഫ് യു വിൻ, നീ വിജയിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്. നിന്റെ ടെഡി ബെയറിനെ നിനക്ക് തിരികെ തരാം. ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലില്ലി. ലില്ലി പറഞ്ഞു ഇത് വളരെ സിമ്പിൾ ആണെന്ന്. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹിയർ ബാഗ്. സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കവണ ബാഗിൽ നിന്ന് എടുത്തു. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണിക്കോംബ്. ഒരു സ്റ്റോൺ, അതായത് ഒരു കല്ല് എടുത്തിട്ട് ഹണിക്കോംബിന് നേരെ ഷൂട്ട്. ദ ഹണിക്കോംബ് ഫെൽ ഡൗൺ. ഹണിക്കോംബ് താഴെ വീണു. സിറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. സ്പ്ലാഷ്ഡ് എന്ന ഹണി ആകെ ചിന്തിയാകെ പോയി. കുറേ ഹണി. ദ ബിയർ ദർ ദ ടെഡി എവേ ആൻഡ് റഷ്ഡ് ടുവേഴ്സ് ദ ഹണി കോംബോ. അതായത് ബിയർ ഹണി കണ്ടപ്പോൾ നല്ല സന്തോഷത്തോടെ ചാടി. ദ ബിയർ ദർ ടെഡി എവേ, അതായത് ടെഡി ബിയറിനെ എറിഞ്ഞുകൊണ്ട് റഷ് ടുവേഴ്സ് ദ ഹണിക്കോംബിൻ്റെ അടുത്തേക്ക് ബിയർ ചാടിപ്പോയി. യു ആർ സ്ട്രോങ്ങർ ദൻ മീ. നീ എന്നെക്കാളും സ്ട്രോങ് ആണ്. ടേക്ക് യുവർ ടെഡി. നീ നിൻ്റെ ടെഡിയെ എടുത്തോ. ആൻഡ് താങ്ക് യു ഫോർ ദൻ ഹണി. നീ തേൻ പിടിച്ചു തന്നതിന് താങ്ക് യു. സെഡ് ദ ബിയർ പറയുകയാണ്. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെൻറ്റ് ടു ഹോം ഹാപ്പിലി. ലില്ലിയുടെ ടെഡി ബെല്ലിനെ എടുത്ത് ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. സോ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.